കോതനെല്ലൂർ വിശുദ്ധ ഗർവാസിസ്, വിശുദ്ധ പ്രോത്താസിസ് ഫൊറോന പള്ളിയിൽ ഭക്തിയും കൗതുകവും ഉണർത്തി ഇരട്ടകളുടെ സംഗമവും സമർപ്പണ ശുശ്രൂഷയും നടന്നു. ഇടവക മധ്യസ്ഥരും ഇരട്ട പുണ്യവന്മാരുമായ കന്തീശങ്ങളുടെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന സംഗമത്തിൽ ഇത്തവണ 730 ജോഡി ഇരട്ടകളാണ് പങ്കെടുത്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരട്ടകൾ പങ്കെടുക്കുന്ന സവിശേഷമായ ഈ കൂട്ടായ്മയ്ക്ക് ഇരട്ട വൈദികർ തന്നെയാണ് കാർമ്മികത്വം വഹിച്ചത് എന്നതും ശ്രദ്ധേയമായി. തിരുനാൾ ചടങ്ങുകളുടെ ഭാഗമായി 19-ാം തീയതി രാവിലെ 8:30 ഇരട്ടകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. തുടർന്ന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് 4 ജോഡി ഇരട്ട വൈദികർ കാർമ്മികത്വം വഹിച്ചു. കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും ഇരട്ടകളുടെ പ്രത്യേക സമർപ്പണ ശുശ്രൂഷയും നടന്നു. സമർപ്പണ ശുശ്രൂഷകൾക്ക് പാലാരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ കുര്യൻ കാലായിൽ, സഹവികാരി ഫാദർ മൈക്കിൾ നടുവിലെ കുറ്റ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശുശ്രൂഷകൾക്ക് ശേഷം പങ്കെടുത്തവർക്കായി വിപുലമായ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. സംഗമത്തിൽ പങ്കെടുത്തവരിൽ പ്രായം കുറഞ്ഞ ഇരട്ടകളായി മാറിയത് ആനിക്കാട് കബഴനാൾ ചിക്കു ജേക്കബ്, അഞ്ചു റാണി ദമ്പതികളുടെ മക്കളായ ഡേവിഡും ഡാനിയലുമായിരുന്നു. വെറും 100 ദിവസം മാത്രമായിരുന്നു ഈ കുരുന്നുകളുടെ പ്രായം. പങ്കെടുത്തവരിൽ ഏറ്റവും മുതിർന്ന ഇരട്ടകൾ 78 വയസ്സുകാരായ അതിരമ്പുഴ തെക്കേടത്ത് അന്നമ്മയും കടപ്ലാമറ്റം രണ്ടാനിക്കൽ റോസമ്മയുമായിരുന്നു. പ്രായഭേദമന്യേ 100 കണക്കിന് ഇരട്ടകൾ ഒരേപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തിയത് തിരുനാളിനെത്തിയ വിശ്വാസികൾക്കും നാട്ടുകാർക്കും ഒരേപോലെ കൗതുക കാഴ്ചയായി. കോതനെല്ലൂർ പള്ളിയിലെ ഈ പ്രശസ്തമായ ഇരട്ട സംഗമത്തിന് തുടക്കം കുറിച്ചത് 1979-ൽ 85 ഇരട്ട ജോഡികളെ വെച്ചായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും തിരുനാളിനോടനുബന്ധിച്ച് ഈ സംഗമം വലിയ ജനപങ്കാളിത്തത്തോടെ നടത്തിവരുന്നു. 17-18 തീയതികളിൽ വിവിധ ആത്മീയ ശുശ്രൂഷകളും നൊവേനയും ജപമാല മെഴുകുതിരി പ്രദക്ഷിണവും നടന്നിരുന്നു. ഫാദർ ജസ്റ്റിൻ പെരുമ്പുളത്തുശ്ശേരിൽ, ഫാദർ സക്രിയ വാഴേപ്പറമ്പിൽ, ഫാദർ ജെറിൻ നടത്തുണ്ടത്തിൽ എന്നിവർ വിവിധ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. 19-ാം തീയതി വൈകിട്ട് നടന്ന ആഘോഷമായ കുർബാനയ്ക്കും നൊവേനയ്ക്കും ശേഷം കൊടിയിറക്കത്തോടെയാണ് ഈ വർഷത്തെ തിരുനാൾ ചടങ്ങുകൾ സമാപിച്ചത്.